Hello dear friends, welcome back to my YouTube channel SULUZ Diaries. ഞാൻ അജ്മി സുൽത്താന. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഇപ്പോൾ ഓൺലൈൻ സെയിൽസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഓൺലൈനായിട്ട് നമ്മൾ പ്ലാൻസ് അയക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്യുന്നതെന്നും ഇപ്പോൾ ഒരുപാട് പേര് ഓൺലൈൻ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ട് കുറച്ച് ടിപ്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സെലക്ട് ചെയ്ത 3 പേർക്കാണ് നമ്മളിന്ന് പ്ലാൻസ് അയക്കാൻ പോകുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ പ്ലാൻസാണ് എടുത്ത് വെച്ചിട്ടുള്ളതെന്നും അപ്പോൾ എങ്ങനെയാണ് പ്ലാൻസ് പാക്ക് ചെയ്യുന്നതെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് കൺസിഡർ ടു സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ചെറിയ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് പ്ലാൻസ് ആവശ്യമുള്ളവർക്ക് എന്നെ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 7034016964 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കാറ്റലോഗ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിലും നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാൻസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇന്ന് പ്ലാൻസൊക്കെ പാക്ക് ചെയ്ത് അയക്കുന്നതെന്ന് നോക്കാം. ശരിക്കും നമ്മൾ സാധാരണ ഒരു കൊറിയർ അയക്കുന്നത് പോലെ അല്ലേ ശരിക്കും ലൈവ് പ്ലാൻസ് അയക്കുന്നത്. നമ്മൾ കുറച്ച് കെയർ ചെയ്ത് അയച്ചെങ്കിൽ മാത്രമേ സേഫായിട്ട് പ്ലാൻസ് നമ്മുടെ കസ്റ്റമറിൻ്റെ കയ്യിൽ എത്തത്തുള്ളൂ. അപ്പോൾ എങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് കിട്ടിയാൾക്ക് നമ്മൾ കൊടുക്കുന്നത് പിങ്ക് അഗ്ലോണിമയും അതുപോലെ സ്പാനിഷ് മോസും ഒരു ഹാർട്ട് ഷേപ്പ് ഹോയയാണ് വെരിഗേറ്റഡ് കേരിയാണ് കൊടുക്കുന്നത്. സെക്കൻഡ് കിട്ടിയാൾക്ക് നമ്മൾ കൊടുക്കുന്നത് CC പ്ലാന്റും ക്രിപ്റ്റാന്തസുമാണ് കൊടുക്കുന്നത്. അതുപോലെ തേർഡ് പ്രൈസ് നമ്മൾ ഒരു അഗ്ലോണിമയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് പാക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. പാക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് ഈ സ്പാനിഷ് മോസ് ന്യൂസ് പേപ്പറിലൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം. ഇതൊരു എയർ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് ഒരു കവറിങ്ങിൻ്റെ ആവശ്യമില്ല. ഈ പേപ്പറിൽ റാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു കുറച്ച് കട്ടിയുള്ളൊരു കാർഡ്ബോർഡിലും കൂടി ഒന്ന് റാപ്പ് ചെയ്തെടുക്കും. അപ്പോൾ തന്നെ അത് സേഫായിട്ട് കിട്ടും, അത് ചതഞ്ഞു പോകുകയൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ന്യൂസ് പേപ്പറിലൊന്ന് കവർ ചെയ്യുമ്പോൾ എന്തെങ്കിലും സ്റ്റാപ്ലർ വെച്ച് ഒന്ന് സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ സെല്ലോ ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഈ ന്യൂസ് പേപ്പറിൽ നിന്ന് ഇളകി വരാതിരിക്കാനായിട്ട്. ഇനി നമുക്ക് ഒരു കട്ടി കുറഞ്ഞ കാർഡ്ബോർഡ് ഷീറ്റ് വെച്ചിട്ടൊന്ന് റൗണ്ട് ചെയ്ത് ഒന്ന് സെല്ലോ ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു വെക്കാം. അപ്പോൾ കുറച്ച് കട്ടി കുറഞ്ഞ ഷീറ്റാണെങ്കിൽ മാത്രമേ നമുക്ക് ഇത് അകത്തേക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കൊറിയർ അയക്കുമ്പോൾ നല്ല വെയിറ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ കാർഡ്ബോർഡ് ഷീറ്റുകൾ വെക്കുമ്പോൾ പ്ലാന്റ്സിന് ഒട്ടും തന്നെ ഡാമേജ് ഉണ്ടാവത്തില്ല. പക്ഷേ കാർഡ്ബോർഡ് ഷീറ്റുകൾ വെക്കുമ്പോൾ ഉള്ള പ്രോബ്ലം കൊറിയർ സർവീസിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ചാർജ് കൂടുതലായിരിക്കും, നല്ല വെയിറ്റ് ആയിരിക്കും ഇത്ര അധികം കാർഡ്ബോർഡ് ഉള്ളിൽ വരുമ്പോൾ. അന്നേരം കസ്റ്റമറിന് അത് പ്രോബ്ലം ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇങ്ങനെ റാപ്പ് ചെയ്യത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ന്യൂസ് പേപ്പറിൽ മാത്രമേ കവർ ചെയ്യാറുള്ളൂ. ഇപ്പോൾ ന്യൂസ് പേപ്പറിൽ മാത്രം കവർ ചെയ്യുന്നത് കൊണ്ട് പ്ലാന്റ് ചീത്തയായി പോകാതൊന്നുമില്ല, നന്നായിട്ട് തന്നെയാണ് കിട്ടുന്നത്. കാരണം പുറത്തുള്ള കാർഡ്ബോർഡ് ഷീറ്റിൽ നല്ല കട്ടിയായിരിക്കും, അതുപോലെ കുറേ പേപ്പറൊക്കെ നമ്മൾ വെച്ചിട്ട് ടൈറ്റ് ചെയ്തായിരിക്കും വിടുന്നത്. അതുകൊണ്ട് തന്നെ ഡാമേജ് ഒന്നും അല്ലെങ്കിൽ സംഭവിക്കത്തില്ല. പിന്നെ ഒരുപാട് ദൂരെയൊക്കെ പോകേണ്ടതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇതുപോലെ റാപ്പ് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് ഈ അഗ്ലോണിമ എങ്ങനെ പാക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ പോട്ടിങ്ങോട് കൂടി ഇരിക്കുന്ന പ്ലാന്റുകൾ നമ്മൾ ഇതിൽ നിന്ന് ഇളക്കിയിട്ട് ചകിരിച്ചോറ് മാത്രം വെച്ചിട്ടാണ് വിടുന്നത്. അപ്പോൾ നല്ല രീതിയിൽ നനഞ്ഞ കൊക്കോപ്പിറ്റ് ആകുമ്പോൾ പ്ലാന്റിന് ഒരു ഡാമേജ് സംഭവിക്കില്ല, കുറേ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ മണ്ണ് മാറ്റിയിട്ട് നമ്മൾ കൊക്കോപ്പിറ്റാണ് ഉപയോഗിക്കുന്നത്. മണ്ണിരിക്കുവാണെങ്കിൽ കൊറിയറിൽ വെയിറ്റ് കൂടും, അതുകൊണ്ട് തന്നെ നമ്മൾ കൊക്കോപ്പിറ്റ് മാത്രം വെച്ചിട്ടാണ് വിടാൻ പോകുന്നത്. അപ്പോൾ ഇത് വേര് പൊട്ടാതെ നമ്മൾ പിഴുതെടുക്കണം. ചട്ടി ഒന്ന് സൈഡൊക്കെ ഒന്ന് തട്ടിക്കൊടുത്ത് ഈസി ആയിട്ട് നമുക്കിതിനെ ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ ലൂസായിട്ടുള്ള പോട്ടി മിക്സ് ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാം, ഒട്ടും തന്നെ വേരുകളൊന്നും പൊട്ടത്തില്ല. ഒരുപാട് ടൈറ്റായിട്ടുള്ള പോട്ടി മിക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് അങ്ങനെ ഇളക്കിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെ ഇളക്കിയെടുത്തതിന് നമ്മൾ ഇതുപോലെ കൊക്കോപ്പിറ്റിൽ റാപ്പ് ചെയ്തെടുക്കും. അപ്പോൾ ഇങ്ങനെ റാപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ തിൻ ഫിലിമാണ് ഉപയോഗിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും പ്ലാസ്റ്റിക് ബാഗുകൾ ഉപയോഗിക്കാം. ഞാൻ കുറച്ച് എളുപ്പത്തിനായിട്ട് ഈ തിൻ ഫിലിമാണ് യൂസ് ചെയ്യാറുള്ളത്. അതാകുമ്പോൾ നല്ല രീതിയിൽ ഫിക്സ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും, ചൂടൊട്ടും അനങ്ങത്തുമില്ല. ഇപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് കവർ ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാ പ്ലാന്റ്സും ഞാൻ ഇങ്ങനെ തിൻ ഫിലിം വെച്ചിട്ട് തന്നെയാണ് വിടാറുള്ളത്, അതായത് പോട്ടി മിക്സ് ഉള്ളതെല്ലാം. അല്ലാതെ ഓർക്കിഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തിൻ ഫിലിമിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ പേപ്പറിൽ റാപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് നല്ല സേഫായിട്ട് പ്ലാന്റ് ഇരിക്കും. ഈ പോട്ടി മിക്സ് പുറത്തോട്ടൊന്നും വന്ന് ഇലയിലൊന്നും വീണ് അങ്ങനെ ഇലയൊന്നും കേടാവത്തതുമില്ല. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ന്യൂസ് പേപ്പറിൽ റാപ്പ് ചെയ്തെടുക്കാം. ന്യൂസ് പേപ്പർ റാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലീഫുകളൊന്നും മടങ്ങിയിരിക്കരുത് ഒരു കാരണവശാലും. ഇതുപോലെ നിവർത്തി വെച്ചിട്ട് വേണം റാപ്പ് ചെയ്തെടുക്കാനായിട്ട്.
അപ്പോൾ നമ്മൾ ഈ ചുവട് ഭാഗം വെച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അന്നേരം കറക്റ്റായിട്ട് ആ ലീഫുകൾ നൂന്നിരിക്കുകയും ചെയ്യും. ഇതുപോലെ റാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും സ്റ്റാപ്ലർ ചെയ്യുകയോ അല്ലെങ്കിൽ സെല്ലോ ടേപ്പ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. സ്റ്റാപ്ലർ ആയിരിക്കും കുറച്ചുകൂടെ ഈസി. അതാകുമ്പോൾ ലീഫുകളൊന്നും ഒട്ടും തന്നെ ഉടയത്തില്ല. അപ്പോൾ ഞാൻ സാധാരണയായിട്ട് അയക്കാറുള്ളത് ഇതേപോലെ റാപ്പ് ചെയ്തിട്ടാണ്. കൊറിയർ ചാർജ് പ്രോബ്ലം ഇല്ലാത്തവർക്കും അതുപോലെ ഔട്ട് ഓഫ് കേരള ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാർഡ്ബോർഡ് ഷീറ്റ് കൂടെ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ കാർഡ്ബോർഡ് ഷീറ്റ് കൂടെ വെച്ചിട്ടാണ് ഈ ഒരു പാക്ക് ചെയ്യുന്നത്. അടുത്ത നമുക്ക് പോട്ടി മിക്സോട് കൂടി തന്നെ എങ്ങനെയാണ് പ്ലാന്റ് അയക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ പോട്ടി മിക്സ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നമ്മൾ പോട്ടി മിക്സ് മാറ്റുന്നില്ല, കാരണം ഇതിൻ്റെ വളരെ കുറച്ച് റൂട്ടുകൾ മാത്രമേ കാണത്തുള്ളൂ ഹോയാക്കരിക്ക്. അതുകൊണ്ട് നമ്മൾ അത് മാറ്റുന്നില്ല. അത് വെക്കുമ്പോൾ ഇതുപോലൊരു ന്യൂസ് പേപ്പർ പോട്ടി മിക്സ് പുറത്ത് പോകാതിരിക്കാനായിട്ട് ഇങ്ങനെ നല്ല ടൈറ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിന് ചുറ്റുമായിട്ട് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പേപ്പർ അനങ്ങാതെ നല്ല ടൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഈ കാർഡ്ബോർഡ് ഷീറ്റിൽ തന്നെ ഒന്ന് റാപ്പ് ചെയ്തെടുത്താൽ മതി. ഇതിന് ന്യൂസ് പേപ്പറിൻ്റെ ആവശ്യമില്ല. ഇതേ രീതിയിൽ നമ്മൾ ടൈറ്റായിട്ട് റാപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടാലും പ്ലാന്റ്സ് ഒടിയത്തുമില്ല, ഇത് പുറത്തോട്ട് വരുത്തുമില്ല. അത് പുറത്തോട്ട് പോകാതിരിക്കാനായിട്ട് മുകളിലായിട്ട് കുറച്ച് ന്യൂസ് പേപ്പർ ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കുന്നുമുണ്ട്. ഇനി ഇത് നമ്മൾ എത്ര ഷേക്കിംഗ് ഉണ്ടായാലും ഇത് ഒട്ടും തന്നെ ഡാമേജ് ഉണ്ടാവത്തില്ല. അപ്പോൾ ഇതുപോലുള്ള പ്ലാന്റുകൾ നമ്മൾ ഇങ്ങനെ തന്നെയാണ് അയക്കാറുള്ളത്. നമ്മൾ ടിലാൻഷ്യ പോലുള്ള എയർ പ്ലാന്റുകളും ഇതുപോലെ ഹോയയും ഒക്കെ നമ്മൾ ഇതുപോലെ ഒരു റാപ്പിംഗ് കൊടുത്ത് മാത്രമേ വിടാറുള്ളൂ. ഞാൻ ഇതുപോലെ ഒരു ബോക്സിലോട്ട് നമ്മൾ പൊതിഞ്ഞ പ്ലാന്റുകളെ വെച്ചിട്ടുണ്ട്. ടൈറ്റായിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ചെറിയൊരു ഗ്രീറ്റിംഗ് നോട്ടും കൊണ്ട് നമ്മുടെ സുലൂസ് ഡയറീസിൻ്റെ എംബ്ലം വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഇതിനകത്തോട്ട് വെച്ചിട്ട് നമുക്ക് ബോക്സ് ക്ലോസ് ചെയ്യാം. അപ്പോൾ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് പേപ്പറും കൂടെ നമ്മളൊന്ന് ടൈറ്റായിട്ട് വെച്ച് കൊടുക്കണം. എന്നെങ്കിൽ മാത്രമേ ബോക്സിൽ ഈ പ്ലാന്റുകൾ ഷേക്ക് ചെയ്യാതിരിക്കത്തുള്ളൂ. ഇപ്പോൾ ഈ ബോക്സ് കവർ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു മാസ്കിംഗ് ടേപ്പ് വെച്ച് ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പ്ലാന്റ്സ് എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ ഒരുപാട് വൈകി. അതുകൊണ്ട് തന്നെ ലൈറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് വീഡിയോയ്ക്ക് ലൈറ്റ് കുറവാണ് കേട്ടോ. ഇപ്പോൾ ഗിഫ്റ്റ് പ്ലാന്റുകളും അതുപോലെ സെയിലിനുള്ള പ്ലാന്റുകളും എല്ലാം ബോക്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരോ കാർഡ്ബോർഡിനും ഓരോ ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാറുള്ളത്. ഓരോ പ്ലാന്റ്സിൻ്റെ വലിപ്പവും അതിൻ്റെ സൈസിനൊക്കെ അനുസരിച്ചിട്ട് പ്ലാന്റ്സുകൾ നമ്മൾ ഓരോ രീതിയിലാണ് ബോക്സിൻ്റെ ഷേപ്പുകൾ കൊടുക്കാറുള്ളത്. ഇനി ഇതെല്ലാം കൊറിയർ ഓഫീസിലോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പാക്കിംഗ് വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.